Hi friends, welcome to I Choose Kitchen. ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ബീഫ് കൊണ്ട് ഇറച്ചിച്ചോറ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസും കൂടിയാണിത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻസ് വരും. അതിൽ ഓൾ ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇറച്ചിച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് 5 കപ്പിൻ്റെ അളവിലുള്ള ഒരു കപ്പാണ്. അതിൽ ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. 4 കപ്പ് അളവിലാണ് ഞാനിപ്പോൾ അരി എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് നന്നായി കഴുകിയിട്ട് ഒരു അരമണിക്കൂർ വെള്ളത്തിൽ കുതിരാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാനത് കഴുകിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അത് ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ സവാള ഒന്നും വഴറ്റിയെടുക്കുന്നില്ല. അപ്പോൾ സവാള ഒക്കെ വഴറ്റിയിട്ട് സമയം കളയേണ്ട ആവശ്യമില്ല. നമുക്ക് എളുപ്പത്തിൽ തന്നെ ഈ റൈസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഞാൻ ഇതിലേക്ക് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ പച്ചമുളക് ചതച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. മീഡിയം സൈസ് വലുപ്പത്തിലുള്ള 4 തക്കാളി ഇതുപോലെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മളിത് വേവിച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മസാല മാറ്റി വെച്ചിട്ട് ഇതിൽ ബാക്കി വരുന്ന ആ വെള്ളം കൂടി അളന്നെടുത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 5-6 വിസിൽ വരുന്ന വരെ നമുക്കിത് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ എടുക്കുന്ന കുക്കറിൻ്റെയും ബീഫിൻ്റെ ഒക്കെ വേവിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരാം. അപ്പം നിങ്ങളുടെ കുക്കറിനും പിന്നെ ബീഫിൻ്റെ ഒക്കെ വേവിനനുസരിച്ചിട്ട് നിങ്ങൾ വേവിച്ചെടുത്താൽ മതി. അപ്പം ഞാനിവിടെ വേവിച്ചെടുത്തിട്ടുണ്ട്. ബീഫൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഇതിൻ്റെ മസാല ഒക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം ഇതിൽ നിന്ന് വെള്ളം ഊറ്റിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മസാല മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് മസാല ഒക്കെ എടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കണം. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ അരി വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് 4 കപ്പ് അരിയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത് 7 കപ്പ് വെള്ളമാണ്. അപ്പോൾ ഈ വെള്ളം കൂടി ചേർത്തിട്ടാണ് നമ്മൾ 7 കപ്പ് അളക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത് അളന്നപ്പോൾ ഇപ്പോൾ എനിക്ക് 4 കപ്പിൻ്റെ അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ബാക്കി 3 കപ്പും കൂടി നമുക്ക് നല്ല തിളച്ച വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് അരി വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ 3 കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. 4 ഏലക്കായ ഇട്ട് കൊടുക്കാം. 4 ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കാം.
പിന്നെ ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഷാജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ മീഡിയം സൈസ് വലുപ്പത്തിലുള്ള ഒരു സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ സവാള നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സവാള വഴന്നിട്ട് ബ്രൗൺ നിറം വരുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാള വഴന്ന് ബ്രൗൺ നിറം വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അളന്ന് മാറ്റി വെച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. 7 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. 4 കപ്പ് അരിക്ക് 7 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുതിർക്കാനായിട്ട് അരമണിക്കൂർ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരി അതിൻ്റെ വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞിട്ടാണ് ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഒരു 20 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഇത് വെന്ത് കിട്ടും. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിലത്തെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കൊണ്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം. ഇതേ റെസിപ്പി വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് മട്ടൻ കൊണ്ടും ചിക്കൻ കൊണ്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചിക്കൻ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണതല്ലേ. അപ്പോൾ നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ചോറ് വെന്തിട്ട് വെള്ളമൊക്കെ വറ്റി വരുന്ന സമയത്ത് മാത്രം അതിൻ്റെ മുകളിൽ ചിക്കന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസുമായി വരാൻ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിലേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Please subscribe, comment, like and share.